ഡച്ച് മിഡ്ഫീൽഡർ എഡ്ഗാർ ഡേവിസിനോട് തട്ടിക്കയറുന്ന ഹോളണ്ട് താരം തോമസ് റബ്ക. ഈ റബ്കയെ നെഞ്ചിൽ കൈകുത്തി പുറകിലേക്ക് തള്ളുന്ന ഒരു ചൂടൻ റഫറിയുടെ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജെൻസി കിഡ്സും ആൽഫ തലമുറയും വീഡിയോകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടു പരിചയമുള്ള പുരികം പോലുമില്ലാത്ത നീലക്കണ്ണുള്ള ആ മൊട്ടത്തലയൻ റഫറി. എന്നാൽ 90s അതിനു മുമ്പുള്ളവരും അയാളുടെ ഭീതിപ്പെടുത്തുന്ന കൂർത്ത നോട്ടത്തിൻ്റെ മുഖങ്ങൾ ലൈവായി കണ്ടത് ഇന്നും ഓർക്കുന്നുണ്ടാവും. യൂറോ 2000 ഹോളണ്ടും ചെക്കും തമ്മിലുള്ള ഗ്രൂപ്പ് ഡിയിലെ ആദ്യ പോരാട്ടം. മത്സരം അവസാന നിമിഷത്തിലേക്ക് അടുക്കുകയാണ്. ഹോളണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡേവിഡ്സും ചെക്ക് ഡിഫൻഡർ തോമസ് റബ്കയും കയർക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. സമാന സ്വഭാവക്കാരായ രണ്ടുപേരിൽ ആരും പിറകോട്ടില്ല. ക്രൗര്യതയുടെ അങ്ങേയറ്റം ഇരുമുഖത്തും വ്യക്തമായി കാണാം. അല്പസമയം സീൻ കണ്ടു നിന്ന റഫറിയെ പിന്നെ കാണുന്നത് കൈ ചുരുട്ടി റബ്കയുടെ നെഞ്ചിൽ കുത്തി പുറകിലേക്ക് തള്ളിവിടുന്നതാണ്. കണ്ണു തുറപ്പിച്ച് കഴുത്തിലെ ഞരമ്പ് പോലും പുറത്തേക്ക് തള്ളി അയാൾ ആക്രോശിച്ചു. പൂച്ചക്കുട്ടിയെ പോലെ റബ്കെ പിൻവാങ്ങി. പിയർലൂജി കൊളീന, അതാണ് അയാളുടെ പേര്. വിശ്വവിഖ്യാതമായ 2002 ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ചതും അയാളായിരുന്നു. ഇതിന് കൊളീനയെ തിരഞ്ഞെടുക്കുന്നതിനായി ഫിഫക്കന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പ്രതീക്ഷിച്ചതുപോലെ ഒരാക്ഷേപങ്ങൾക്കും വഴിവെക്കാതെ അയാളത് പൂർത്തിയാക്കി. അക്കാലത്ത് ലൈനപ്പ് നോക്കുന്നതിനേക്കാൾ കൂടുതൽ റഫറി ആരെന്ന ആരാധകർ ആകാംക്ഷയോടെ ചികഞ്ഞിരുന്ന കാലം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ റോയ് കീൻ, ഇറ്റലിയുടെ ജനാരോ ഗട്ടൂസോ, ഫ്രാൻസ് താരം പാട്രിക് വിയേര, ഹോളണ്ടിൻ്റെ എഡ്ഗാർ ഡേവിസ്, ഒലിവർ ഗാൻ തുടങ്ങി ലോക ഫുട്ബോളിൽ അഗ്രസീവ് താരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച എതിരാളികളുടെ കണ്ണിലെ കരടുകൾ. ഇവരൊന്നും പക്ഷേ കൊളീനയുടെ നീലക്കണ്ണുകൊണ്ട് വരച്ച വരക്കപ്പുറത്തേക്ക് കടന്നിട്ടില്ല. കടക്കാൻ അയാൾ സമ്മതിച്ചിട്ടുമില്ല. അയാളുടെ വിരമിക്കലിൻ്റെ അവസാന നാളുകളിൽ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം ആ നീല ചൂടൻ നോട്ടത്തിൻ്റെ രുചി അല്പം മാത്രം അറിഞ്ഞവരാണ് സെർജിയോ റാമോസ്, പെപ്പെ, വെയിൻ റൂണി. തൻ്റെ രൂക്ഷ നോട്ടത്തോടൊപ്പം വൈകാരിക സന്ദർഭങ്ങളിൽ താരങ്ങളെ ചേർത്ത് പിടിക്കാനും കൊളീന മറന്നില്ല. ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബയേൺ മ്യൂണിക്കുമാണ് ഇരു സഖ്യങ്ങൾ. മത്സരത്തിൻ്റെ 6ാം മിനിറ്റിൽ മരിയോ ബാസ്ലർ യുണൈറ്റഡിൻ്റെ വല കുലുക്കുന്നു. 90 മിനിറ്റ് വരെ യുണൈറ്റഡ് ആ ഗോൾ തിരിച്ചടിച്ചില്ല. ഫുട്ബോൾ ലോകം ആ ചാമ്പ്യൻസ് ലീഗ് ബയേണിനൊപ്പം ഉറപ്പിച്ചു, താരങ്ങളും. എന്നാൽ ഇത് ഫുട്ബോളാണ്. ഇഞ്ചുറി ടൈമിലാണ് ആ അട്ടിമറി നടന്നത്. 91ാം മിനിറ്റിൽ ഷെറിംഗ്ഹാമിലൂടെ യുണൈറ്റഡ് സമനില പിടിക്കുന്നു. പോരാട്ട വീര്യം കനത്തു. 2 മിനിറ്റുകൾക്ക് ശേഷം ഒലെ ഗൂനർ ബയേണിനെ നെട്ടിച്ചുകൊണ്ട് അടുത്ത ഗോളും. ഗാലറിയിൽ മ്യൂണിക് ആരാധകർ നിശ്ചലരായി. ബയേൺ താരങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. സകല ആത്മവിശ്വാസവും ചോർന്ന പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ തലകുനിച്ച് കിടന്ന് കരയാൻ തുടങ്ങി. എന്നാൽ കൊളീനയിലെ മനുഷ്യത്വം ലോകം വീണ്ടും അന്ന് കണ്ടു. അയാൾ നേരിട്ട് ചെന്ന് താരങ്ങളെ കൈപ്പിടിച്ചുയർത്തി കെട്ടിപ്പിടിച്ചു. താരങ്ങൾ തിരിച്ചും. കളി വീണ്ടും തുടരുന്നു. 2002 ലോകകപ്പ് ഫൈനലിലെ തോൽവിയിൽ നിരാശനായി പോസ്റ്റിന് സമീപമിരുന്ന് വിങ്ങിയ ഒലിവർ ഗാനെ അങ്ങോട്ട് ചെന്ന് ആശ്വസിപ്പിക്കുന്ന കൊളീനയെയും ലോകം പിന്നീട് കണ്ടിട്ടുണ്ട്. തൻ്റെ രൗദ്രഭാവത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മനുഷ്യപ്പറ്റുള്ള കൊളീന. 1960 ഫെബ്രുവരി 13 ഇറ്റലിയിലെ ബലോഗ്നയിലായിരുന്നു കൊളീനയുടെ ജനനം. എക്കണോമിക്സിൽ ബിരുദം നേടുകയും ചെറുപ്രായത്തിൽ പ്രാദേശിക ക്ലബിനു വേണ്ടി ഡിഫൻഡറായി കളിക്കുകയും ചെയ്ത ആ പയ്യൻ 1977 തൻ്റെ 17ാം വയസ്സിൽ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം റഫറി കോഴ്സിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. പിന്നീടത് 28 വർഷത്തെ റഫറിങ് കരിയറായും 472 മത്സരങ്ങളുടെ അമരക്കാരനായും അയാളെ ലോക ചരിത്രത്തിൽ ഇടം പിടിപ്പിച്ചു. 1984 തൻ്റെ 24ാം വയസ്സിൽ കൊളീനയ്ക്ക് അപൂർവ രോഗം ബാധിച്ചു. അയാളുടെ തലയിലെയും ശരീരത്തിലെയും രോമങ്ങൾ വെറും 15 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി കൊഴിഞ്ഞുപോയി. പുരികങ്ങൾ പോലുമില്ലാത്ത മുഖവും ആ മൊട്ടത്തലയും തിളങ്ങുന്ന നീലക്കണ്ണുകളും പിന്നീട് ഫുട്ബോൾ ലോകത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി മാറി. ആ രൂപം താരങ്ങൾക്ക് ഭയവും മൈതാനത്തിലെ അച്ചടക്കത്തിൻ്റെ പ്രതീകവുമാവുകയായിരുന്നു.